a district has 10,24,000 inhabitants. If the population increases at the rate of 2.5% per annum, find the number of inhabitants at the end of 3 years. അവിടെ പറയുന്നത് ഒരു സിറ്റിയിൽ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്റ്റിൽ 10,24,000 ആണ് ഇപ്പോഴത്തെ പോപ്പുലേഷൻ. ആ പോപ്പുലേഷൻ ഓരോ വർഷവും 2.5% വെച്ച് ഇൻക്രീസ് ആവുകയാണ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം ആകുമ്പോൾ എത്ര ആവും? 102.5% ആവും. 2.5% ഇൻക്രീസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ 100 + 2.5% 102.5% ആവും അടുത്ത വർഷം. പക്ഷെ അത് അടുത്ത 3 വർഷത്തേക്ക് അങ്ങനെ ആകും എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇനി ഓരോ വർഷവും ഇതേപോലെ കൂടും. അതിൻ്റെ 102.5% വീണ്ടും അതിൻ്റെ 102.5%. നമ്മൾ ഇതൊന്ന് സോൾവ് ചെയ്തെടുക്കണം. ഇത് സോൾവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആൻസർ വരും. അപ്പോൾ എഗെയിൻ കുറച്ചൊരു അധികം കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് തന്നിരുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്തെടുത്താൽ മാത്രമേ ആൻസർ കിട്ടത്തുള്ളൂ. ഓപ്ഷൻസ് നോക്കിയാലും ഓപ്ഷൻസിൽ വലിയൊരു ഗ്യാപ്പില്ല. 2 ഓപ്ഷൻ ഒരേപോലെ ഇരിക്കുക, അടുത്ത 2 ഓപ്ഷൻ ഒരേപോലെ ഇരിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഏതെങ്കിലും 2 ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ ചെയ്തു പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഈ 102.5 എന്ന് പറയുന്ന 3 എണ്ണം ഉണ്ട്. നമുക്കിവിടെ 3 സീറോസും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പോയിന്റും ഈ സീറോസും അങ്ങ് മാറ്റാം. സോ അങ്ങനെയാണെങ്കിൽ 1024 എന്ന് വരും. നമുക്ക് ആ ഇവിടുത്തെ ഓരോ സീറോസ് വെച്ച് ഇവിടുത്തെ ഓരോ ഒരു ഡെസിമൽ അങ്ങ് മാറ്റുവാണെങ്കിൽ നമുക്ക് 102.5നെ വെറും 5 എന്ന് എടുക്കാം. ആൻഡ് ദെൻ പെർസെൻറ്റേജ് മൊത്തം 3 വട്ടം ഉണ്ടായാണ്. നമുക്ക് ഡയറക്റ്റ്ലി അതിനെ ക്യൂബ് എന്ന് എടുക്കാം, എഴുതുന്നത് കുറയ്ക്കാൻ വേണ്ടി. ഇനി നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്യണം. സോ നമുക്ക് ഇനി ഇത് സോൾവ് ചെയ്യാൻ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? പെർസെൻറ്റേജ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ ബൈ 100 എന്ന് എടുത്തുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അതിനൊന്ന് ക്യാൻസൽ ചെയ്ത് ഷോർട്ട് ആക്കാം. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ ഒന്ന് ഇവിടെ വെച്ച് തന്നെ അങ്ങ് സോൾവ് ചെയ്യാം. സോ നമുക്ക് ആ പെർസെൻറ്റേജിനെ ബൈ 100 അങ്ങ് എടുക്കാം. സോ ബൈ 100 നമുക്ക് ഇനി എന്ത് ചെയ്യാം? അതിനെ 25 വെച്ച് ക്യാൻസൽ ചെയ്തുകൊണ്ടൊന്ന് ഷോർട്ട് ആക്കാം. സോ 25 വെച്ച് ക്യാൻസൽ ആണെങ്കിൽ താഴെ 4 എന്ന് വരും. മേളിൽ നമുക്ക് 25 വെച്ച് ക്യാൻസൽ ആണെങ്കിൽ 41 എന്ന് വരും. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് 41/4 ക്യൂബ് എന്നാണ് വരുന്നത്. ഇനി നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 1024 എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ 2/10 ആണ്. 1024 എന്ന് നമ്മൾ ഇത് അറിഞ്ഞിരിക്കണം. നമ്മുടെ 2യുടെ പവേഴ്സ് 10 വരെ വളരെ നല്ലപോലെ അറിഞ്ഞിരിക്കണം. ഇത് നമ്മുടെ 2/10 ആണ് ആ മുകളിൽ തന്നിരിക്കുന്നത്. അപ്പോൾ 2/10 എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും അതെന്തായിരിക്കും? 4/5 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 1024നെ എങ്ങനെ എഴുതാം? 4/5 എന്ന് എഴുതാം. ഇൻറ്റു നമുക്കിവിടെ എന്താണുള്ളത്? 41ന്റെ ക്യൂബ്. ബൈ താഴെ എന്താണുള്ളത്? നമ്മുടെ 4, അതും 4ൻ്റെയും ക്യൂബ്. ഇങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് 4ൻ്റെ ക്യൂബും ഇവിടെ നിന്ന് ഈ 4/5 ക്യാൻസൽ ആയിട്ട് ഇവിടെ 2 എന്ന് വരത്തില്ലേ? ഇങ്ങനെ നമുക്ക് ഇനി എന്താ ഉള്ളത്? 4ൻ്റെ സ്ക്വയർ ഇൻറ്റു 41ൻ്റെ ക്യൂബ്. അപ്പം അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഇനി അതിനെ ഫെർദർ സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് പല കാര്യങ്ങളും ചെയ്യാം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം 4ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് 16 ഇൻറ്റു 41ൻ്റെ ക്യൂബ് നമ്മൾ സെപ്പറേറ്റ് ഒന്ന് കണ്ടുപിടിക്കണം. 41ൻ്റെ ക്യൂബ് നമുക്ക് സെപ്പറേറ്റ് ഒന്ന് കണ്ടുപിടിക്കാം. ക്യൂബ് കണ്ടുപിടിക്കുന്ന ഷോർട്ട് കട്ട് യൂസ് ചെയ്തുകൊണ്ട്. സോ ക്യൂബ് കണ്ടുപിടിക്കുന്ന ഷോർട്ട് കട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ആദ്യം 4 ലൈൻ എടുക്കുക. അതിൽ ഈ 4ൻ്റെ ക്യൂബ് എഴുതുക 64. ഈ 1ൻ്റെ ക്യൂബ് ഇവിടെ അവസാനത്തെ ലൈനിലേക്ക് എഴുതുക 01. എന്നിട്ട് എന്ത് ചെയ്യുക? 4 × 1 4 ഇൻറ്റു 3 12 എന്ന് ഇതിൻ്റെ താഴേക്ക് എഴുതുക. എന്നിട്ട് ആ 12 × 4 ചെയ്യുക. 12 × 4 നമുക്ക് 48 എന്ന് വരും. അതേപോലെ ഇതേ 12 × 1 ചെയ്യുക. 12 × 1 നമുക്ക് 12 എന്ന് വരും. ഇനി എന്ത് ചെയ്യുക? എല്ലാത്തിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എടുക്കുക. ഇവിടെ നിന്ന് നമ്മൾ ഈ 1 എടുക്കുന്നു. ഇവിടെ നമുക്കിവിടെ ഈ 2 എടുക്കുന്നു. ഇനി ഇവിടെ ഒരു 1 കൂടി ഉണ്ടായിട്ട് ആ 1നെ എന്ത് ചെയ്യുക? ഇങ്ങോട്ടേക്ക് പ്ലസ് ചെയ്യുക. ആ 1നെ ഇങ്ങോട്ടേക്ക് പ്ലസ് ചെയ്ത് നമുക്കിവിടെ 49 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ആ 9 ഇങ്ങ് എടുക്കുക. അതിനുശേഷം ആ 4നെ എന്ത് ചെയ്യുക? ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്യുക. 4നെ ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്താൽ നമുക്ക് ഇവിടെ എത്ര വരും? 68 എന്ന് വരും. സോ ഇവിടെ നമുക്ക് 68 എന്ന് വരും. സോ ഇതാണ് നമ്മുടെ 41ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത്. 41ൻ്റെ ക്യൂബ്. അപ്പോൾ 41ൻ്റെ ക്യൂബ് കണ്ടുപിടിക്കാനുള്ള ഒരു ഷോർട്ട് കട്ട്, അല്ലെങ്കിൽ നമ്മൾ ക്യൂബ് കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ടാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ക്യൂബ് കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ട്. സോ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ വരെ കിട്ടി. അപ്പോൾ നമുക്ക് ഇനി ഓക്കെ, നമുക്ക് ക്യൂബ് കണ്ടുപിടിക്കുന്ന ക്യൂബിൻ്റെ ഷോർട്ട് കട്ടാണ് നമ്മൾ ഈ എഴുതിയേക്കുന്നത്. ക്യൂബിൻ്റെ ഷോർട്ട് കട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇപ്പം 41ൻ്റെ ക്യൂബ് നമുക്ക് കിട്ടി 68921. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ ഒന്ന് എലിമിനേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യാം. ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ അവസാനം 6 ആണ്, ഇവിടെ അവസാനം 1 ആണ്. സോ ഉറപ്പായിട്ട് ആൻസറിൻ്റെ അവസാനം എന്തേ വരത്തുള്ളൂ? 6 വരത്തുള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ ഓപ്ഷൻസ് വരത്തില്ല? അവസാനത്തെ 2 ഓപ്ഷൻസ് വരത്തില്ല. അതുകൊണ്ട് അവസാനം 2 ഓപ്ഷൻ്റെ അവസാനം ക്യൂബ് 0 ആണ് കൊടുത്തേക്കുന്നത്. ആൻഡ് മേളത്തെ 2 ഓപ്ഷൻ്റെ അവസാനം 6 ആണ് കൊടുത്തേക്കുന്നത്. പക്ഷേ ആ ഓപ്ഷൻ്റെ അവസാനത്തെ 3 ഡിജിറ്റും സെയിം ആണ് കൊടുത്തേക്കുന്നത്. ഓപ്ഷൻസ് തമ്മിൽ ചെറിയൊരു ഗ്യാപ്പേ ഉള്ളൂ. ഇവിടെ ചെറിയൊരു വ്യത്യാസമുള്ളൂ. ഇവിടെ 20 ആണെങ്കിൽ ഇവിടെ 02 എന്നാണ് കൊടുത്തേക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ആ 2 ഓപ്ഷനിൽ ഒരെണ്ണമാണ് ആൻസർ എന്ന് ഉറപ്പിക്കാം. പക്ഷേ അതിൽ ഏതാണെന്ന് അറിയണമെങ്കിൽ നമുക്ക് പ്രോപ്പർലി അതിന് ഏകദേശം
ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് അത് ഏകദേശമെങ്കിലും ഒന്ന് അറിയാൻ പറ്റത്തുള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. സോ നിങ്ങൾക്കത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് റഫ് ആംഗിളിൽ പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും എല്ലാം ആദ്യത്തെ വരും എന്നുള്ളത് നമുക്ക് അല്ലാതെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതല്ല നിങ്ങൾക്ക് അത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് 11,20736 എന്ന് നമുക്ക് ആൻസർ വാല്യൂ. അപ്പോൾ അതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെ ആവശ്യം വന്നത്, നമുക്ക് ഇവിടെ ഉറപ്പായിട്ടും സ്ക്വയറിന്റെ കൺസെപ്റ്റ് ആവശ്യം വന്നു, ക്യൂബിന്റെ കൺസെപ്റ്റ്, ക്യൂബ് എങ്ങനെ കണ്ടുപിടിക്കേണ്ടി എന്നുള്ളതിന്റെ കൺസെപ്റ്റ് ആവശ്യം വന്നു നമുക്ക്. അത് കൂടാതെ നമുക്ക് എന്താ പറയുക, നമുക്ക് ഇവിടെ ക്യൂബിന്റെ ഷോർട്ട് കട്ട് ആവശ്യം വന്നു, സ്ക്വയറിന്റെ ഷോർട്ട് കട്ട് ആവശ്യം വന്നു, അതുപോലെ 2യുടെ പവേഴ്സ് അല്ലെങ്കിൽ 4ന്റെ പവേഴ്സിന്റെ ആവശ്യം വന്നു, അതിന്റെ നോളജ് ആവശ്യം ഉണ്ടായിരുന്നു. സോ ഇങ്ങനെ കുറേ കൺസെപ്റ്റാണ് നമുക്ക് ആവശ്യം ഉണ്ടായിരുന്നു. അതേപോലെ നമ്മുടെ കാൽക്കുലേഷൻ, അത്യാവശ്യം മൾട്ടിപ്ലിക്കേഷൻ, ബാക്കിയുള്ള കാര്യങ്ങൾ. സോ ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതിന്റെ ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ എഴുതാൻ പറ്റത്തുള്ളൂ. സോ ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിരുന്നു, നമ്മുടെ ആ ഒരു ക്വസ്റ്റിന്റെ കൺസെപ്റ്റും വളരെ ഈസി ആയിരുന്നു, പക്ഷേ എൻ്റെ കാൽക്കുലേഷൻ വളരെയധികം കോംപ്ലിക്കേറ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് എക്സാമിൽ CGL എക്സാംസിലേക്ക് വരുമ്പോൾ പല ഷിഫ്റ്റിലും നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻസ് എളുപ്പമാണെങ്കിൽ പോലും നമുക്ക് ഇതിൻ്റെ കാൽക്കുലേഷൻസ് വളരെയധികം കോംപ്ലിക്കേറ്റ് ആക്കി തരാൻ സാധ്യതയുണ്ട്. സോ പ്രോപ്പർ നമ്മുടെ കാൽക്കുലേഷൻ സ്പീഡ് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇതേപോലത്തെ ക്വസ്റ്റ്യൻസിനെ വളരെ പെട്ടെന്ന് അപ്രോച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ.